ഗുജറാത്ത് സീരീസിൻ്റെ മൂന്നാമത്തെ ഭാഗമാണിത്. ചേച്ചി എത്ര രൂപയാ? ദാബേലി കപ്പലല്ലേ ഇങ്ങനെ എടുത്തിട്ട് സിംഗിൾ വൈകിട്ട് ഇത് മസാല എല്ലാം ഉണ്ട്. ഞാൻ കഴിച്ചില്ല. അതിന് മീഡിയം വെക്കണം. ഞാൻ എരി വെച്ചില്ല. കഴിച്ചിട്ടുള്ള ലൈഫിലല്ല പണ്ടില്ലാതെ കുറെ മസാല കപ്പലിൻ്റെ ജമ്പും ഉണ്ട്, ചെറുതുണ്ട്, അങ്ങനെ നമ്മൾ പാവ് ഭാജി കഴിച്ച ബണ്ണില്ല, സോട്ട പാവ് ബണ്ണ, അത് വേറെ വടപ്പാവ് നമുക്ക് ട്രൈ ചെയ്യണമല്ലോ. അതിൻ്റെ അതൊന്ന് കാണിച്ചേ. കടല ഒരു മസാലയും കൂടി ചേർത്തിട്ടാ. കടലയോ? ഇത് നോക്ക്, അയ്യോ ഇത് നോക്ക്, പച്ചക്കടലയോ? ഇത് നോക്ക്, പച്ചക്കടല. ഇത് തിന്നു നോക്ക്, ഭയങ്കര ടേസ്റ്റ്, നല്ല രസം. ഇത് സീസണൽ ഫ്രൂട്ട്സ് ഇതൊക്കെ. ഇത് കരിമ്പ്, ഇത് ബോറ്. ബോറോ? ബോർ ബോർ കരിമ്പ്. കരിമ്പ് ഇങ്ങനെ കിട്ടുന്നല്ലേ? മുറിച്ച് കിട്ടും. റോഡുകൾ ഇച്ചിരി മോശമൊക്കെയാണ്, അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പശു, പട്ടി ഇതെല്ലാം വഴിയിൽ വരുന്നുണ്ട്. ഇപ്പം ക്രോസ് ചെയ്ത് പോയ ഒരാളാണ്. ഇതിന് നല്ല കൊമ്പുണ്ട്. ആ കൊമ്പ് കാണുമ്പോൾ തന്നെ ഒരു പേടി വരും നമുക്ക്. അതെല്ലാം ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഗണേഷ് ബസ്. ഹാത്ത് ഗുജറാത്തി എന്നൊരു ഗുജറാത്തി ആയിരുന്നു, ഗുജറാത്തി ലുക്കായിരുന്നു. നമ്മുടെ നാട്ടിലെ ഓറഞ്ച് ജ്യൂസ് ഒന്നുമല്ല ഇതിൻ്റെ മുമ്പിൽ. രാജ് ഏതാ ഓഫീസ്? ഇതാണ് ചേച്ചിയുടെ ഓഫീസ്. ഇതാണ് ഐസ്ക്രീം. ഓക്കെ എടുത്തോ. എനിക്ക് തോന്നുന്നു നീ പേരക്ക തിന്നുക. ഇത് എന്തൊക്കെയായിട്ടിരിക്കുന്നത്? പേരക്കേൻ്റെ അത് മസാല. ഇവിടെ ഉള്ള ഒരു പേരക്കയിൽ മസാല ഇട്ടല്ലേ തിന്നുന്നത്, മുളക് പൊടി. അവിടെ അങ്ങനെ കഴിക്കാറുണ്ട്. മൂന്നാറിലൊക്കെ പോകുമ്പോൾ ഭയങ്കര സെറ്റല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോക്കട്ടെ. ചെന്നെ ഹലോ, ഇല്ല ഞാൻ നീ പറയുമ്പോ വരാം. ഞാൻ ബാജുമേയും മുളക് പൊടിയൊക്കെ ഇട്ടിരിക്കണം. പിടിച്ചോ. ഇതിനകത്ത് പേരക്കയുടെ പീസുണ്ട്. ഒത്തിരി കഴിച്ച പണിയാണ്. എനിക്ക് സീനാ, എനിക്കും കഫാവോ? തൊണ്ടയ്ക്ക് സീനാ. റീലിനകത്ത് നിങ്ങൾ പണ്ട് കാണും മറച്ച് ഇല്ല, ഇഞ്ചി എല്ലാം
തൊണ്ടയ്ക്ക് നല്ലതാ. എന്തൊക്കെയോ തിന്നിട്ടുണ്ട്. പന്നിക്കുട്ടികൾ ആ അടുത്തടുത്ത്.